കുരിശിൻ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു. കല്ലുകൾ നിറയും പേരുവഴിയിൽ തൃപ്പാദം കല്ലിന്മേൽ തട്ടി മുറിഞ്ഞു. ചിന്നിടം വാർന്നൊഴുകി. മാനവരില്ല വാനവരില്ല താങ്ങി തുണച്ചിടുവാൻ. അനുതാപമൂറുന്ന ചുടുകണ്ണുനീർ തൂകി അണയുന്നു മുന്നിൽ ഞങ്ങൾ. മൂന്നാം സ്ഥലം. ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ, അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ച്. ഞാൻ വലതേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവേ, ഞങ്ങൾ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടി ഞങ്ങൾ നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും ഞങ്ങളുടെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ ഞങ്ങളെ തന്നെ നിയന്ത്രിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുരിശു വഹിക്കാൻ ശക്തിയില്ലാതെ ഞങ്ങൾ തളരുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് അല്പനേരം ധ്യാനിക്കാം. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ടുള്ള ഈശോയുടെ യാത്ര അത്യന്തം വേദനാനിർഭരമാണ്. ചാട്ടവാറടികളാൽ തളർന്ന ശരീരവും രക്തം വാർന്നൊഴുകുന്ന മുറിവുകളും തളർന്ന പാദങ്ങളുമായി മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ ലോകത്തിൻ്റെ പാപഭാരം പേറുന്ന ദൈവത്തിൻ്റെ പുത്രനും നമ്മുടെ രക്ഷകനുമായ ഈശോ കല്ലും മണ്ണും നിറഞ്ഞ ആ വഴിയിൽ മുഖമടിച്ചു വീഴുന്നു. പടയാളികളുടെ തുപ്പലും കരണത്തടിയുടെയും മുൾമുടിയുടെയും രക്തച്ചാലുകളും മണ്ണിൽ വീണു പറ്റിയ ചെടിയും വിയർപ്പും കലർന്ന വികൃതമായ ആ മുഖത്ത് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള പ്രതീക്ഷ മാത്രമാണ് ആശ്വാസമായുള്ളത്. നമുക്കായി സന്തോഷത്തോട് സഹിച്ചവനോട് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ഈശോയെ, അങ്ങേ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ പലപ്പോഴും പ്രലോഭനങ്ങളിൽ വീണു പോകുന്നു. എൻ്റെ വീഴ്ചകളിൽ എന്നെ കൈക്ക് പിടിച്ചുയർത്തണമേ. തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ അങ്ങയുടെ കുരിശിനെ നോക്കി ധൈര്യം സംഭരിക്കാനും വിശുദ്ധിയോടെ മുന്നേറുവാനും എനിക്ക് കൃപ നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.